അങ്ങനെ നമ്മൾ ഓണക്കാലം അങ്ങോട്ട് കഴിയാൻ നിൽക്കുന്നു കേട്ടോ. മഴ നമ്മളെ വിട്ടു പോകാനായിട്ട്. എൻ്റെ പൊന്നാര മഴയെ ഒന്ന് പോയി തന്നാളാന്ന് പറഞ്ഞത് ആവുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ പൊന്നാര മഴയെ ഒന്ന് വന്നാളാന്ന് പറയുകയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ. കുറേ ദിവസം മഴ പെയ്തിട്ടേ പെട്ടെന്ന് മഴ നിന്നതുകൊണ്ടാണ് തോന്നുന്നത്. നല്ല വെയിലാണ് കേട്ടോ ഇവിടെയൊക്കെ. വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. അത്തത്തിൻ്റെ അന്ന് മുതൽ തിരുവോണം വരെ മഴ തന്നെയാണ് കേട്ടോ. അന്നൊക്കെ ഒന്ന് പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂത്തറയുമ്പോഴൊന്ന് പൂവിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ചിരുന്നു. പൊന്നാര മഴയൊന്ന് പോയാളാന്ന്. ഇപ്പോഴാണ് ആ മഴേൻ്റെ ഒരു വില മനസ്സിലാവണത് കേട്ടോ. കാരണം അത്രയ്ക്ക് ചൂടുണ്ട്. അങ്ങനെ രാവിലെ നേരത്തെ നീറ്റു വേഗം നീറ്റ് വന്നിട്ട് തക്കാളി ചട്നിയും ദോശയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ ഒരു തക്കാളി ചട്നി നമ്മളെ വീട്ടിൽ തേങ്ങ ഇല്ലാണ്ടായ സമയത്ത് ഞാൻ കണ്ടെത്തിയതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഇതന്നെ മതി. ആർക്കും ഇപ്പോൾ സാമ്പാറും വേണ്ട, തേങ്ങാ ചട്നി ഒന്നും വേണ്ട. ഇപ്പോൾ എല്ലാവർക്കും തക്കാളി ചട്നി മതി. എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. വെളുത്തുള്ളിയും ചെറിയുള്ളിയും വലിയുള്ളിയും എല്ലാം കൂടെ ഇട്ട് വാട്ടിയിട്ട്, തക്കാളിയും കൂടെ ഇട്ട് വാട്ടിയിട്ട് അതിങ്ങനെ മിക്സിയിൽ അരച്ചുണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ജാഗ്രതയോട് കൂടി വേവേയും കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്കും അച്ഛനൊക്കെ ഷുഗർ നോക്കാൻ ഒരു പോയിട്ടുണ്ട്. അപ്പം ഇനി പോയി വെറും വയറ്റിൽ നോക്കി തിരിച്ച് വരുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ ആവണം, ചായയും കടിയൊക്കെ ആവണം. എന്നാലേ പിന്നെ അവർക്ക് ഭക്ഷണത്തിന് ശേഷമുള്ളത് നോക്കാനേ പോകാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും നോക്കണം. ഓണൊക്കെ കഴിഞ്ഞപ്പോഴേ രണ്ടാൾക്കും ഷുഗർ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അച്ഛൻ്റെതാണ് കേട്ടോ ടോപ്പ് ലെവലിൽ. രാവിലെയും വൈകുന്നേരം രാത്രിയിലും മരുന്ന് കഴിച്ചിട്ടും അച്ഛന് 300 320ഒക്കെയാണ് അച്ഛൻ്റെ ഷുഗറിൻ്റെ ലെവൽ. അമ്മക്ക് പിന്നെ അത്രയൊന്നുമില്ല കേട്ടോ. അമ്മക്ക് കുറച്ച് കുറവാണ്, 180 190 ഉള്ളൂ. പക്ഷെ അച്ഛൻ ഭയങ്കര, അച്ഛൻ നന്നായിട്ട് പായസം കുടിക്കും, പഴവും കഴിക്കും, ശർക്കര ഉപ്പേരിയും വറുത്തുപ്പേരിയും എല്ലാം നല്ലപോലെ കഴിച്ചിരുന്നു. അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു കേട്ടോ കൂടി വന്നത്. അങ്ങനെ ഓരോക്കെ അങ്ങനെ ചായയും കടിയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചു. പിന്നെ ഏട്ടനെ ചായയൊക്കെ കൊടുത്തിട്ടോ. അങ്ങനെ ഏട്ടൻ ചായയൊക്കെ കുടിച്ച് അങ്ങനെ പണിക്കൊക്കെ പോയി. അനുമോളും പോയി. പിന്നെ ഞാൻ വേഗത നമ്മൾ തലേന്ന് ദിവസം വാങ്ങിയിട്ട് മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനെ, അതെടുത്തിട്ട് നന്നാക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ അധികം തലേ ദിവസം മീൻ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അത് അതിനെക്കൊണ്ട് ഒരു എളുപ്പമുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ എന്താ കറി വയ്ക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണ്ട. ഇത് പിന്നെ ഉണ്ടായാൽ പിന്നെ കറി വയ്ക്കുകയോ പൊരിക്കുകയോ വെള്ളം വറ്റിക്കുകയോ എന്താ വെച്ചാൽ ചെയ്യാം. അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കാമെന്നൊരു ബേജാറാണ്. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. തലേന്ന് തന്നെ നമ്മളെ കയ്യിൽ നാളത്തേക്ക് എന്താ ഉണ്ടാക്കാനുള്ളത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായാൽ നമുക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുള്ളതൊക്കെ മാറി കിട്ടും. ചോറും കറിയൊക്കെ അങ്ങനെ ഒപ്പുറൊപ്പുറം അങ്ങനെ ആയി കിട്ടും. പക്ഷേ എന്നാലും എൻ്റെ അമ്മൂട്ടീൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ഞാൻ പണികളൊക്കെ ഒരുക്കുക. ഇന്നിപ്പോൾ കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ മുറിക്കുന്നത്. അങ്ങനെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി. പലവക മീനാണ് കേട്ടോ ഇത്. പല മീനുകളുള്ളതുകൊണ്ടാണ് പലവക മീനെന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ മീനൊക്കെ വെട്ടി നന്നാക്കി കഴിഞ്ഞപ്പോൾ ചോറ് നോക്കുകയാണ് കേട്ടോ. കല്ല് പോലത്തെ അരിയാണ് കേട്ടോ. എനിക്ക് അരി ഇഷ്ടമേ ഇല്ല. എനിക്ക് റേഷൻ കടയത്തെ അരിയാണ് ഇഷ്ടം. ഇതിപ്പോൾ മാവേലിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അരിയാണ് കേട്ടോ. 1-2 മണിക്കൂറുണ്ട് ഈ അരി വേവാൻ. ഈ അരി അടുപ്പത്തിട്ടിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ല മുഴുവൻ കണ്ടു വന്നാലും ഇത് വേവാവില്ല. അത്രയും വേവുണ്ട് ഇതിന്. അങ്ങനെ അതങ്ങോട്ട് നല്ലോണം തീ എത്തിച്ച് കൊടുത്താണ്ടേ ഞാൻ നമ്മളെ മീൻ വേഗം മസാല ഒക്കെ കൂട്ടി അടുപ്പത്ത് വയ്ക്കുകയാണേ. മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, ബാക്കിയുള്ളത് ഇട്ടു. തക്കാളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടോ. മീനിലേക്കൊക്കെ ഇടാനേ ഈ വേണമെങ്കിൽ കുടംപുളി കൊണ്ടുപോയിക്കോ പറഞ്ഞു തന്നിട്ട് എൻ്റെ അമ്മയെ. ഇപ്പം ഞാൻ വലിയ ജാട കട്ടിയുണ്ടായിരുന്നു. വേണ്ടമ്മ അവിടെ ഉണ്ടാവും, അവിടെ ഉണ്ട്, ഇല്ലെങ്കിൽ ഏട്ടൻ വാങ്ങിക്കോളൊക്കെ പറഞ്ഞ് പോന്നിട്ടോ. ഇവിടെ വന്ന് ഞാൻ ഏട്ടനോട് കുടംപുളി കൊണ്ടുവരണം കേട്ടോ പറഞ്ഞപ്പോൾ ആളെന്നോട് പറയാം 1 കിലോന് 300 രൂപ 400 രൂപയൊക്കെയാണ്. കുടംപുളി ഇടണ്ട, സാധാരണ പുളി തന്നെ ഇട്ടാൽ മതിയെന്ന്. അപ്പോഴേക്ക് ഇങ്ങനെ തോന്നട്ടോ അമ്മ പറഞ്ഞപ്പോൾ വാങ്ങിയാൽ മതിയെന്ന് ഇങ്ങനെ തോന്നുക. പിന്നെ അപ്പം ഞാൻ വലിയ ചാടാട്ടി വേണ്ടാന്നും പറഞ്ഞു. പിന്നെ നമ്മളെ കറിയിലേക്ക് നമ്മൾ പെരുംജീരകവും എന്താ പറയുക വെളുത്തുള്ളിയും കൂടെ കൂട്ടി തേങ്ങയും കൂട്ടി അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് ഈ ഒരു പലവക കറി വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചെയ്തൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുത്തു എന്നുള്ളതാണ് കേട്ടോ. ആ വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുത്തോടു കൂടി അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോയി. അതുകൊണ്ട് ഇങ്ങനെ കറി ഉണ്ടാക്കുന്നവരാരും ഈ ഒരു വെളിച്ചെണ്ണ ഇട്ടിക്കരുത് കേട്ടോ. പിന്നെ ഉപ്പേരി വയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ, തൊട്ട് കൂട്ടാൻ എന്തെങ്കിലും വേണ്ടേ. പിന്നെ പറമ്പിലേക്ക് പോയപ്പോൾ കുറേ അധികം മത്തൻ്റെ ഇല ഉണ്ട് കേട്ടോ. ഇത് കണ്ടിട്ടൊക്കെ ഇത് മുഴുവൻ പറിച്ചെടുക്കാൻ തോന്നിയിരുന്നു കേട്ടോ. പക്ഷേ ചീത്ത കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ മത്തൻ്റെ ഇലയൊക്കെ നുള്ളി എടുക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ നിന്നേ എന്താ പറയുക ഞങ്ങൾ ഓണാവുന്ന സമയത്ത് മത്തൻ്റെ പൂവ് എടുത്തിട്ട് പൂക്കളത്തിലിടും കേട്ടോ. എന്നിട്ട് അച്ഛനോട് നല്ലോണം ചീത്തേക്കും. ഈ ഒരു പൂവിൻ്റെ താഴെയാണ് മത്തങ്കായ ഉണ്ടാവുക. കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടുണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയും ഇങ്ങനെ പൂ പറിച്ചാൽ കായ ഉണ്ടാവില്ലല്ലോ എന്ന് പറയും. അന്നൊക്കെ കുറേ ചീത്ത കിട്ടീന് കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെ മത്തൻ പൂവോ കാര്യങ്ങളൊന്നും ഇല്ലേനും. ഇപ്പോൾ ഓണം കഴിഞ്ഞപ്പോഴാണ് മത്തങ്കായൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെ ഏതായാലും
അതൊക്കെ പറിച്ചു കൊണ്ടുവന്നില്ലല്ലേ, എന്താ പറയുക, ഏതായാലും പറിച്ചു കൊണ്ടുവന്നു. അത്തൻ്റെ ഇലയൊക്കെ എടുത്തു കൊണ്ടുവന്നു. നുള്ളി കൊണ്ടുവന്നല്ലേ പറയുക. എന്തായാലും എന്തോ ആവട്ടെ, എന്തായാലും ഞാൻ ഏതായാലും കൊണ്ടുവന്ന് അരിഞ്ഞു. ഇനി ഏതായാലും ഉപ്പേരി വയ്ക്കട്ടെ കേട്ടോ. ഉപ്പേരി വെച്ചിട്ട് കാണാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ. മത്തൻ്റെ ഇലയൊക്കെ ഇട്ട് ഉപ്പേരി വെച്ചാൽ, ഉപ്പേരി വയ്ക്കുക, തോരൻ വയ്ക്കുക, അങ്ങനെയൊക്കെ പറയും. ജസ്റ്റ് കടുകൊന്ന് പൊട്ടിച്ചിട്ട് മത്തൻ്റെ ഇല ഇട്ട് വഴറ്റി പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തേങ്ങയും പച്ചമുളകും ചതച്ചിട്ടാൽ നമ്മൾ മത്തൻ്റെ ഇലേൻ്റെ ഉപ്പേരി അങ്ങോട്ട് ആയി കിട്ടും കേട്ടോ. ഇങ്ങനത്തെ എന്നും ഇറച്ചി മീനും മാത്രം തിന്നാൽ പോരാലോ, ഇങ്ങനെ ഇലക്കറികളൊക്കെ കഴിക്കണത് നല്ലതല്ലേ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടം ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മുരിങ്ങൻ്റെ ഇല, മത്തൻ്റെ ഇല, ചീരൻ്റെ ഇല എന്തെങ്കിലുമൊക്കെ എടുത്ത് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ മക്കളൊക്കെ കഴിച്ച് കിട്ടാനാണ് പാട്. എൻ്റെ അമ്മൂനത് തീരെ ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെ ഏതായാലും നമ്മുടെ മത്തൻ്റെ ഇലേൻ്റെ ഉപ്പേരിയൊക്കെ അങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെ ഈ ഓണക്കാലത്ത് മത്തൻ്റെ ഇല പൂവിടും, പിന്നെ ചേമ്പിൻ്റെ ഇലയൊക്കെ അരിഞ്ഞിടും. എന്നിട്ട് ഓണം കഴിയുമ്പോൾ ഞങ്ങളെ മുറ്റത്തല്ല പറമ്പിലൊന്നും ഈ ചേമ്പ് ഇല ഉണ്ടാവില്ല, തണ്ട് മാത്രമേ മേലേക്ക് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് അതിനൊക്കെ അച്ഛനോട് ചീത്തയേക്കും ഈ ഇത് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടതിന് കേട്ടോ. പക്ഷെ ഇപ്പം അച്ഛനോട് ഞങ്ങളിങ്ങനെ പറയും, ഇപ്പം ഞങ്ങളതൊന്നും പറിക്കണില്ലല്ലോ പറയും. പിന്നെ അങ്ങനെ ചോറൊക്കെ ആയി. പിന്നെ ഇതാ നമ്മളെ മത്തൻ്റെ ഇലേൻ്റെ ഉപ്പേരിയും സുർക്കയിലിട്ട മുളകും പുളിയിഞ്ചിയും നമ്മളെ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഒന്ന് ഉച്ചയത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ബേക്കറി എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാൻ പോതി. അങ്ങനെ സ്റ്റോർ റൂം വന്ന് നോക്കുമ്പോൾ നമ്മളെ പഴക്കൊല നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇപ്പോൾ ബേക്കറി തിന്നണ്ട, പഴം എടുത്തിട്ട് തിന്നാന്ന് വെച്ചിട്ട് അങ്ങനെ 2 എണ്ണം അയിമന്ന് ഇരിഞ്ഞിട്ടോ. അതിന് ശേഷം പിന്നെ എന്താ പറയുക, നോക്കുമ്പോൾ 2 പേരയ്ക്കയും ആപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ. ആപ്പിൾ പിന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ആപ്പിൾ ഞാൻ എടുത്തില്ല, പേരയ്ക്ക എടുത്തു കേട്ടോ. അങ്ങനെ ആ പേരയ്ക്കയും നമ്മളെ പഴം കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ.